ഹലോ ഗൈസ്, അപ്പോൾ RUH AFZA കൊണ്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം. അതിന് വേണ്ടി ഞാൻ പാലെടുത്തിട്ടുണ്ട്, 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചൈനാഗ്രാസ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് ചൈനാഗ്രാസ് എടുത്തിട്ടുണ്ട്. പിന്നെയാണ് നമ്മുടെ മെയിൻ സാധനം വേണ്ടത്, RUH AFZA. ഇതാണ് RUH AFZA സർബത്ത്. RUH AFZA കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇത് പാകിസ്ഥാനി ഡ്രിങ്കാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഇതാണ് സാധനം. ഇതുകൊണ്ടാണ് നമ്മൾ പുഡിങ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റാണ്. റോസ് മിൽക്കിൻ്റെത് അതാണ്. അപ്പോൾ ഇനി പഞ്ചസാരയും കൂടെ വേണം ആവശ്യത്തിന്. ഇത്രയും സാധനങ്ങൾ മതിയാകും. ഇനി നമുക്ക് ചൈനാഗ്രാസ് ഒന്ന് അലിയിച്ചെടുക്കണം. പെട്ടെന്ന് വെള്ളം ഒഴിച്ച് മെല്ലെ അലിയിച്ചെടുക്കണം. ഞാൻ വീഡിയോയിൽ മുഴുവനായി കാണിച്ചിട്ടില്ല, ലെങ്ത് കൂട്ടുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാനിൽ എടുത്തിട്ടുണ്ട്, നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക ആദ്യം തന്നെ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം പഞ്ചസാര ചേർക്കണ്ട, കാരണം RUH AFZയിൽ നല്ല മധുരം ഉണ്ട് ഓൾറെഡി. എന്നിട്ട് നന്നായി ഇത് അടുക്കി പിടിക്കാത്ത പോലെ ഇളക്കുക, ലോ ഫ്ലെയിമിലിട്ട്. പിന്നെ RUH AFZA നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ടുവോളം ഒരു കളർ കിട്ടും വരെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. അല്ലെങ്കിൽ അവിടെ കട്ട കിട്ടും, അതുകൊണ്ട് നന്നായി ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഏകദേശം ഒരു ചൂടായി വന്നതിന് ശേഷം തിളക്കണ്ട, നമുക്ക് ചൈനാഗ്രാസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആക്കിയെടുത്ത ചൈനാഗ്രാസ് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. വലിയൊരു തിക്ക് കൺസിസ്റ്റൻസി ഒന്നുമല്ല, ഒരു വെള്ളം തന്നെയാണ്. നമുക്ക് ചൈനാഗ്രാസ് ഇട്ടിട്ട് പിന്നെ നമുക്കായിട്ടുണ്ട്. എടുത്ത് ഈ ഒരു ട്രേയിലേക്ക് മാറ്റാം. ഇത് പുഡിങ്ങിന് തന്നെ ട്രേ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഇതേ ഷേപ്പിലുള്ള ഏതെങ്കിലും ട്രേ എടുത്താൽ മതി. ഇതില്ലെങ്കിൽ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചൂട് തണിഞ്ഞതിന് ശേഷം ഒരു 9 മണിക്കൂറെങ്കിലും മിനിമം റെഫ്രിജറേറ്ററിൽ വെക്കണം. അപ്പോൾ ഫ്രീസറിലല്ല, ശ്രദ്ധിക്കണം, താഴെ റെഫ്രിജറേറ്ററിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു 9 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ രാത്രി വെച്ചതാണ്, ഇപ്പോൾ രാവിലെയാണ് ഇത് എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് സൈഡൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇവിടെ ഈ മുകളിൽ കാണുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഡെക്കറേറ്റ് ചെയ്തതാണ് ഒരു ഭംഗിക്ക് വേണ്ടി. പിന്നെ ഒരു കടിക്കുമ്പോൾ ഒരു ക്രഞ്ച് കിട്ടാൻ വേണ്ടിയും കാഷ്യൂ നട്ട്സും അതുപോലെ റൈസിൻസും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഈ വിഭവം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. RUH AFZA ഉണ്ടെങ്കിൽ സിമ്പിളുമാണ് തയ്യാറാക്കിയെടുക്കാൻ. നമുക്കിതൊന്ന് മറിച്ചിടണം. അപ്പോൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. വളരെ സോഫ്റ്റാണ്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പറയേണ്ടതില്ല. വളരെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതേ കൺസിസ്റ്റൻസിയിൽ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ വളരെ സോഫ്റ്റാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.